പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. സ്തോത്രം. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് നിറവുണ്ട്, പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. സന്തോഷം നഷ്ടപ്പെട്ടിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർക്ക് സന്തോഷത്തെ പകർന്നത് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. ഹല്ലേലൂയ. ആമേൻ. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ ഭയം മാറി, അവരുടെ നിയോഗങ്ങൾ വെളിപ്പെട്ടു. അവരെവിടേക്ക് പോണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഓരോരുത്തരും ശിഷ്യന്മാരാണ്, നിങ്ങൾ ഓരോരുത്തരും ശിഷ്യന്മാരാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയാൻ പോകുകയാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരാൻ പോകുകയാണ്. Oh, in the name of Jesus. നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്, പറഞ്ഞ വാഗ്ദത്ത നിവർത്തീകരണത്തിൽ എത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ സഭയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടക്കാൻ പോവുകയാണ്. ഈ വർഷം എന്ത് ചെയ്യാൻ പോകുന്നെങ്കിലും നാം കേറാൻ പോകുന്ന വർഷത്തിനകത്ത് അസാധാരണ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണവുമായി നാം കടക്കാൻ പോകുകയാണ്. അസാധാരണമായ വാഗ്ദത്തങ്ങളുമായി നാം കടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചുരുട്ടി വെച്ചിരുന്ന എല്ലാ ചുരുളുകളും കർത്താവ് അഴിക്കാൻ പോവാ. ആമേൻ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ സ്ഥലം നിങ്ങളുടെ അവകാശമാണ്. ഇതിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ അവകാശമാണ്. ആമേൻ. ഈ ചുറ്റുവട്ടം ചില ഡോക്യുമെന്റുകൾ മുമ്പേ എഴുതുക മാത്രമല്ല, ഇനിയും ചില ഡോക്യുമെന്റ് കൂടെ ദൈവം ഇതിനോട് ചേർന്ന് തരുവാൻ ദൈവം വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ പള്ളി ഇരിക്കുന്ന ഈ സ്ഥലം മാത്രമല്ല, ഇതിന്റെ അങ്ങോട്ട് ചില സ്ഥലം, അങ്ങോട്ട് ചില സ്ഥലം, ചില സ്ഥലങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. ചിലത് തീരാധാരമായി എഴുതിയിരിക്കുന്നു, ഇനി ചിലതൂടെ എഴുതാൻ പോകുന്നു. ദൈവം ഇതിന്റെ ബ്രാഞ്ചുകളെ ദൈവം വലുതാക്കാൻ പോകുന്നു. പുതിയ പ്ലാനുകൾ, പുതിയ പദ്ധതികൾ ദൈവം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, ഞാൻ ഓർത്ത് ഈ സഭ കൊല്ലത്ത് സിറ്റിയിലെങ്ങാണ്ടാന്നാ ചിന്തിച്ചു. ഇവിടെ വന്നപ്പോഴാ ഞാൻ ഇപ്പോഴും എനിക്ക് എവിടാ ഇത് പിടികിട്ടിയിട്ടില്ല. അവൻ്റെ കൂടെ കയറിയിരുന്നു, പതുക്കെ വന്ന് മയങ്ങിപ്പോയി, പിന്നെ കണ്ണു തുറന്നു, ഇവിടെ വന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്നെ മനസ്സിലാക്കിയത്, ഇതിന്റെ വലിയൊരു മൂവ് കുണ്ടറയിലുണ്ടാകും. കുണ്ടറയിൽ ഇതിന്റെ വലിയൊരു മൂവ് കുണ്ടറയിൽ ഉണ്ടാകാൻ പോകുക. കുണ്ടറയെന്ന് ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കുണ്ടറയിൽ ഇതിന്റെ വലിയൊരു മൂവ് സംഭവിക്കാൻ പോകുകയാണ്. കർത്താവിനോട് പറയുന്നു, കുണ്ടറയിൽ ആമേൻ ചില ബിസിനസ്സുകാർ, ആമേൻ ചില ബിസിനസ്സുകാർ ദൈവം ചിലരെ തൊടാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ചില ബിസിനസ്സുകാരെ ദൈവം തൊടാൻ പോകുന്നു. തുറന്ന ഷട്ടർ, തുറന്നു നിർത്തത്തില്ല എന്ന് പറയുന്ന ശക്തികൾ എല്ലാം പൊട്ടാൻ പോകുക. ദൈവം ഷിബു എന്ന് പേരുള്ള, ഷിബു എന്ന് പേരുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുക. ബ്രദറെ, കുണ്ടറയിൽ എന്തെങ്കിലും ഉണ്ടോ? കുണ്ടറയിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആമേൻ. എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഉണ്ട്. ദൈവം അതിനകത്തൊരു വിടുതൽ തരാൻ പോകുക. നിന്റെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചതുപോലെ നിന്നെങ്കിലും ദൈവം ചില വിടുതലുകൾ ദൈവം നിനക്ക് തരാൻ പോകുന്നു. ഈ കുണ്ടറ ആറുമുറിക്കട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ ചലിക്കാൻ പോകും. അവിടെ കുറെ കുടുംബങ്ങൾ, ബിസിനസ് മാത്രമല്ല, അവിടെ കുറെ കുടുംബങ്ങൾ. കുണ്ടറയിൽ ആറുമുറിക്കടയിലുള്ള ഒരു ഓഡിറ്റോറിയംകാരൻ ഇന്നലെ മിനിഞ്ഞാൻ തന്നെ വിളിച്ചു. ഒരു മാർത്തോമക്കാരൻ സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഓഡിറ്റോറിയം തരാം, നമുക്ക് അമ്മ ഡീൽ ചെയ്യാം, ചെറിയ വാടകയൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുക. ഈ വർഷം അവസാനം ആമേൻ എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഇയർ എൻഡിങ് അല്ല, ഒരു ഇയർ ഓപ്പണിങ്, ഒരു ഇയർ ബിഗിനിങ് ദൈവം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇവിടുത്തെ ഓരോ വിശ്വാസിയും പ്രായം നോക്കരുത്, കഴിവ് നോക്കരുത്, ഡിഗ്രി നോക്കരുത്, ഒന്നും നോക്കരുത്. യു എറൈസ്, നീ എഴുന്നേൽക്കുക. ദൈവം നിന്നെ മൈറ്റിയായി ഉപയോഗിക്കാൻ പോകുക. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് 102 പേര് വിളിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്നത് എവിടെ കാലുകുത്തുന്നോ ആ സഭ വളരണം, ആ സഭയിൽ ജനം നിലനിൽക്കണം, അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എഴുന്നേൽക്കണം, പട്ടണങ്ങൾ പിടിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദൈവം ആമേൻ ഈ അപ്പർ റൂമിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ സന്തോഷവും ആമേൻ സമാധാനവുമുള്ളവരായി തീർന്നു. ഈ പരിശുദ്ധാത്മാവിനെ തന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തുടക്കമിട്ടിട്ട് അവസാനിക്കാനല്ല, ഇത് തീ കൊളുത്തി വിടുന്നത് പോന്നിടത്തെല്ലാം കത്തിക്കാനാ. ഹല്ലേലൂയ. എന്നിൽ ഒരു തീയുണ്ട്. എന്റെ ഈ വസ്ത്രത്തിൽ ഒരു തീ കത്തിയാൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ വസ്ത്രത്തിൽ അത് കത്തും. ഈ തീയുടെ പ്രത്യേകത ചുമ്മാതെയല്ല, ഒരു സ്പാർക്ക് നിങ്ങളുടെ മേൽ ഇട്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ തീ കത്താൻ പോവുക. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം തീ കത്താൻ പോവുക. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം തീ കത്താൻ പോവുക. കർത്താവിനോട് പറയുന്നു, ഇന്ന് ഇവിടെ കത്തുന്ന തീ സ്പാർക്ക് ഒരു വലിയ ആളിക്കത്തലിലേക്ക് കെട്ടുപോകാത്ത ഒരു തീ, ഒരു അപ്പറും ഒരു മാളിക മുറി ആളി കത്താൻ പോവുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പം
എന്താ സംഭവിച്ചത്? അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ, and the disciples were filled with joy and with the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. സന്തോഷം വരണമെങ്കിൽ ആൾക്കാർ രക്ഷിക്കപ്പെടണം. സന്തോഷം വരണമെങ്കിൽ ആൾക്കാർ അഭിഷേകം പ്രാപിക്കണം. സന്തോഷം വരണമെങ്കിൽ ആൾക്കാർ സ്നാനപ്പെടണം. സന്തോഷം വരണമെങ്കിൽ സഭ നിറഞ്ഞു കവിയണം. എന്താ ഒരു സന്തോഷം ഇല്ലാതെ? നിറഞ്ഞു കവിയണം. രണ്ടാമത്തെ സർവീസ് തുടങ്ങണം. അമ്മേ, എന്നെ ഒരു വർഷം കൊണ്ട് ഓറീസായിൽ ഒരു ചർച്ചയിൽ നിന്ന് വിളിക്കുക. 10,000 പീപ്പിൾ അവിടെ. അമ്മ, ഞാൻ ചിന്തിക്കായിരുന്നു, ഞാൻ അവിടുന്ന് ചുമ്മാ പറയാം. ഞാൻ ഒരു ദിവസം അവിടെ ഒരാൾ പോയിരുന്നുകൊണ്ട് എന്നെ വീഡിയോ കോൾ കാണിച്ചു. പക്ഷേ ശരിയാന്ന് പറഞ്ഞു. എന്തൊരു കത്തല, എന്തൊരു തീയ. അവിടെ പ്രസംഗമൊന്നുമില്ല, ആൾക്കാർ കയറി വരിക, ഹീലിംഗ് പ്രാപിച്ച് പോവുക. അവൻ ഈ വർഷം ഞാൻ പോകാൻ ആഗ്രഹിച്ചു, എനിക്ക് കൊടുക്കാൻ സമയം കിട്ടിയില്ല. വരുന്ന വർഷം പോകണമെന്ന് കണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം സംഭവിക്കുന്ന ദിവസമാണ്. ഞാൻ ചിന്തിക്കുക, കർത്താവ് നോക്കിയിട്ട് ഞാൻ പോയാലും ഞാൻ ചെയ്ത ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇവർക്ക് വേണ്ടിയത്, ആമേൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ കൊടുത്ത പ്രോമിസ് നിറവേറ്റണം. എന്താണ് ആ പ്രോമിസ്? ആ പ്രോമിസ് എന്ന് പറയുന്നത്, ആമേൻ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. ഈ ഒറ്റ വാക്കിനകത്ത്, എൻ്റെ ആത്മാവിനകത്ത് ഒരു മനുഷ്യ ജീവിതത്തിന് ഈ ഭൂമിയിലെയും നിത്യതയിൽ യുഗായുഗം വാഴുന്ന കാര്യവും ഉൾക്കൊണ്ട കണ്ടന്റുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. ഇത് കിട്ടിയിട്ട് ഇങ്ങനെ അടങ്ങിയിരുന്ന അങ്ങനെ, ഇത് കിട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നാ അങ്ങനെ, ഇത് കിട്ടി ചാടി കർത്താവിനെ ആരാധിക്കണം, ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ആമേൻ. ഈ പുതിയ വർഷം എന്ന് പറയുന്നത് അടുത്ത 4 വർഷം കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത 4 ഇയർ കൊണ്ട് വേൾഡിൽ ഈ തീ ചെല്ലും. എല്ലാ കാട്ടിലും ചെല്ലും, ഗ്രാമത്തിൽ ചെല്ലും, എല്ലായിടത്തും ചെല്ലും. അതിന് ദൈവം ഉപയോഗിക്കുന്നത് നിങ്ങളെയാണ്, എന്നെയാണ്. ദൈവം നിങ്ങളെ അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. In the name of Jesus. Amen. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ആത്മാവിനെ എനിക്ക് കിട്ടിയത് ചുമ്മാതല്ല, അന്വേഷണം പറഞ്ഞിരിക്കാൻ തന്നോ? അതോ മോളെ? അല്ല. ഓ, രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഇത്രയും കൊണ്ടിരിക്കാനല്ല, ഇത് തന്നതിന്റെ ഉദ്ദേശം പ്രവചിക്കാനല്ല. അത് പ്രവചിക്കണം, ശരിയാണ്. സോൾ വിന്നറായി മാറണം, ആത്മാക്കളെ നേടുന്നവരായി മാറണം. അതാ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ആത്മാക്കളെ നേടാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് പരിശുദ്ധാത്മ നിറവ്. സഹോദരന്മാരെ, നിങ്ങൾക്ക് നേടാം. സഹോദരിമാരെ, നിങ്ങൾക്ക് നേടാം. പാസ്റ്റർ എന്നോ പ്രവാചകനോ ഒരു പോസ്റ്റും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവ്. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ റാന്നിന്ന് പ്രിൻസിപ്പാൾ ഒരു 8:30 വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം വിശ്വാസത്തിൽ വരാത്ത സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ് ഞാനും അദ്ദേഹത്തിൻ്റെ പിതാവ് തങ്കച്ചാനോട് മിഡ് നൈറ്റിൽ 2 മണി 3 മണിക്ക് കമന്ന് കിടന്ന് പ്രാർത്ഥനയാണ്. അദ്ദേഹത്തോട് അന്ന് പിതാവിനോട് പറഞ്ഞു, നിന്നെക്കാട്ടിൽ കേൾവി കേട്ട ഒരു മകനായി ദൈവം ശുശ്രൂഷയിൽ കൊണ്ടുവരും.
ഇന്നലെ രാത്രി അത് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കരയുകയായിരുന്നു. ഹല്ലേലൂയ. ചിലത് കാണാൻ പിതാക്കന്മാർക്ക് അവസരം കിട്ടിയില്ലേലും തലമുറ പാഴായി പോകത്തില്ല. തലമുറകൾ ശക്തമായി പുറത്തു വരും. തലമുറയെ ദൈവം അതിശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാ? സന്തോഷിക്കാൻ. ഒന്ന് സന്തോഷിച്ചേ. എനിക്ക് മനസ്സിലായത് ഈ വിശ്വാസികൾ എന്തിനാ ഇങ്ങനെ മുഖം വല്ലാതിരിക്കുന്നത് എനിക്കറിയത്തില്ല. വിശ്വാസികള് സന്തോഷിക്കാനാ, സന്തോഷിക്കാനാ. ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കാതിരിക്കണ്ട. ഭാര്യ മരിച്ചെന്നും പറഞ്ഞ് വേദനപ്പെട്ടിരിക്കണ്ട. ഭാര്യ മരിച്ചെങ്കിൽ നിത്യതയിൽ പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലരുടെ ദുഃഖം വേർപാട്, ചിലരുടെ ദുഃഖം പണത്തിന്റെ ലോസ. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നതുകൊണ്ട് നാം സന്തോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ സന്തോഷമുള്ളവരായി മാറി. പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മുടെ മേൽ തന്നത് നമ്മൾ സന്തോഷിക്കാനാണ്. ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ചെറുതല്ല, അത് വളരെ ശക്തമാണ്. പീഡനങ്ങൾക്കോ കാരാഗ്രഹങ്ങൾക്കോ കെടുത്തിക്കളയാൻ കഴിയാത്തതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. എത്ര പേർക്ക് മനസ്സിലായി? പീഡനങ്ങൾക്കോ കാരാഗ്രഹത്തിനോ ഒരു ശക്തിക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. പൗലോസിന്റെ ജീവിതത്തിലെ സന്തോഷം കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ നഷ്ടപ്പെട്ടില്ല, സന്തോഷം കൂടുകയായിരുന്നു. എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ പൗലോസ് ഇന്ന് പൗലോസിന് ഒരു സെക്യൂരിറ്റിയെ വെക്കും, ഒരു പടനായകനെ. അവൻ കാവൽ നിൽക്കും. അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. അടുത്ത ദിവസം വേറൊരു സെക്യൂരിറ്റിയാ, അവനോട് സുവിശേഷം പറയും. പൗലോസിന്റെ പുൽപിറ്റ് കാരാഗ്രഹമായി. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരപ്പെടരുത്. അവിടെ സുവിശേഷം ഗോസ്പൽ ഷെയർ ചെയ്യാൻ ഉള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലത് ഷെയർ ചെയ്യാൻ ദൈവം നിങ്ങളുടെ മേൽ ചിലത് പകരുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ ചിലത് തന്ന് നിങ്ങളെ വിടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു വശത്ത് പീഡനങ്ങളും പ്രതികൂലങ്ങളും ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗലോസും ശിഷ്യന്മാരും സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ലോസസ് ഉണ്ടാകട്ടെ, റിജക്ഷൻസ് വരട്ടെ, ചലഞ്ചസ് വരട്ടെ, ഡെസേർട്ട് മരുഭൂമികൾ വരട്ടെ, അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വർദ്ധിക്കുന്നോരും നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും നിങ്ങളുടെ കഷ്ടത്തെ നോക്കി നിങ്ങൾ സന്തോഷിക്കാമോ? നിങ്ങളുടെ കഷ്ടത്തെ നോക്കി ഒരു സ്തോത്രം പറയാമോ? നിങ്ങളുടെ പ്രതികൂലത്തെ നോക്കി ഒരു ഹല്ലേലൂയ പറയാമോ? അവിടെ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ ഫോണിൽ വിളിച്ചു. പാസ്റ്ററെ ഫോൺ വെച്ച് കളയരുതെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെക്കാനാന്ന് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നാളെ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിന് വളരെ ഭാരം, വലിയ പ്രതികൂലം. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവേ ആ ജപ്തി നോട്ടീസിനെ ക്യാൻസൽ ചെയ്തു. നിങ്ങളുടെ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതൊരു വേസ്റ്റ് വേർഡ് അല്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് വേർഡാണ്. യുവർ വേർഡ്സ് ആർ പവർഫുൾ, യുവർ വേർഡ്സ് ആർ ക്രിയേറ്റീവ്. വാക്കുകൾക്കകത്ത് ശക്തിയുണ്ട്,
വാക്കുകൾക്കകത്ത് പവറുണ്ട്, വാക്കുകൾക്കകത്ത് ക്രിയേഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ചുമ്മാ പ്രസംഗിക്കുമല്ല, ഈ വേർഡ് ചിലരെ തൊട്ട് ക്രിയേഷൻ ചെയ്യും. ക്രിയേറ്റീവാ. എന്റെ പ്രസംഗം ആമേൻ ആമേൻ ശരിയായോ അല്ലെങ്കിൽ എന്റെ പ്രവചനം ശരിയായോ എന്നൊന്നും നമുക്ക് മാർക്കിടാൻ പറ്റത്തില്ല. ഒരു ദൈവപുരുഷൻ ഒരിടത്ത് സംസാരിക്കുമ്പോൾ ഈ വാക്ക് ആർക്കാവശ്യമുണ്ടോ അവിടെ ചെന്ന് തട്ടി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ അത് പവർഫുള്ളായി മാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അമ്മച്ചി ഇങ്ങോട്ട് കാറെ വരുമ്പോ എന്നെ വിളിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞു ഇതുവരെ നോട്ടീസ് ഒടിച്ചില്ല, ഇതുവരെ നോട്ടീസ് ഒടിച്ചില്ല. അവർക്കൊരു 6 മാസം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തത്. അവൻ നാളെ ഒട്ടിക്കുമെന്ന് പറഞ്ഞു, നാളെ. പക്ഷേ ഇതുവരെ ഒട്ടിച്ചില്ല. വാക്ക് അവിടെ ചെന്നു. സഹകരണ ബാങ്കിൽ വാക്ക് ചെന്നു. അധികാരികൾ പുറപ്പെട്ടില്ല. അവൻ ഒട്ടിക്കാൻ വന്ന പേപ്പർ ഒട്ടിക്കാതെ അവൻ ആ പേപ്പറിൽ അടുത്തത് എഴുതി നിങ്ങൾക്ക് 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു 6 മാസത്തിനകം മുഴുവൻ പൈസയും അവർ കൊടുക്കും. അവരുടെ പണം ദൈവം റിലീസ് ചെയ്യും. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചില കാര്യം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ മഹാ സന്തോഷവും സമാധാനവും ഉള്ളവരായി തീർന്നു. ഇന്ന് പകൽ അസമാധാനത്തിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം തിരിച്ച് സമാധാനത്തിൽ പാമ്പുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം, നിങ്ങളുടെ രോഗവിഷയം, നിങ്ങളുടെ കടഭാരം, നിങ്ങളുടെ ഡിലേസ്, നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, അധ്വാനിച്ചിട്ടും ഫലമില്ലാത്ത കാര്യങ്ങളിൽ ദൈവം ചില റിസൾട്ടുകൾ, ചില വിടുതലുകൾ ദൈവം തരാൻ പോകുകയാണ്. ചില വിടുതലുകൾ ദൈവം തരാൻ പോകുകയാണ്. ചില വിടുതലുകൾ ദൈവം തരാൻ പോകുകയാണ്. ഇന്ന് കേട്ട വചനം നിങ്ങൾ മറക്കരുത്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ സന്തോഷമുള്ളവരായി തീർന്നു. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളവരായി വിടാൻ പോവുക. നിങ്ങൾ അലറിക്കരയുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ ഇരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഭയപ്പെടുന്ന രോഗം വിട്ടുപോകാൻ പോവുക. ഭയപ്പെടുന്ന ക്യാൻസർ വിട്ടുപോകാൻ പോവുക. ഭയപ്പെടുന്ന ഫിനാൻസ് ക്രൈസിസ് വിട്ടുപോകാൻ പോവുക. ഉദ്ദേശിക്കുന്നത് പോലെ പ്രോപ്പർ ചാനലിൽ നടക്കാത്തത് നടക്കാൻ പോവുക. In the name of Jesus. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ വായി കൊണ്ടൊന്ന് ഡിക്ലെയർ ചെയ്തേ, അത് നടക്കും. വായി കൊണ്ടൊന്ന് ഡിക്ലെയർ ചെയ്തേ, അത് നടക്കാൻ പോവുക. നിങ്ങളുടെ വായി കൊണ്ടൊന്ന് ഡിക്ലെയർ ചെയ്യ്, ദൈവം നിങ്ങൾക്ക് തരാൻ പോവുക. നിങ്ങളുടെ വായി കൊണ്ടൊന്ന് ഡിക്ലെയർ ചെയ്യ്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിന് ദൈവം തരാൻ പോവുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, അവനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. ഒരു വശത്ത് പീഡനങ്ങളുണ്ട്, കാരാഗ്രഹമുണ്ട്. പക്ഷേ അവിടെ പൗലോസ് ക്ഷീണിച്ചില്ല, അവിടെ പൗലോസ് ശക്തി പ്രാപിച്ചു. ആമേൻ. വലിച്ചിഴച്ചു പട്ടണത്തിൽ. പട്ടണത്തിൽ നിന്ന് വലിച്ചിഴച്ചോണ്ട് പോയി, കല്ലെറിഞ്ഞു, വസ്ത്രം വലിച്ചു കീറി. പക്ഷേ ആ ചെന്ന സ്ഥലത്തും താൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിച്ചത് ഈ ആത്മശക്തിയിലാണ്. ഈ ആത്മശക്തി വരുമ്പോൾ സുവിശേഷത്തിൽ നിന്ന് പുറകോട്ട് വിടത്തില്ല. സുവിശേഷത്തിൽ എനർജറ്റിക്കായി എനർജി പ്രാപിച്ച്
നിങ്ങൾ ശുശ്രൂഷിക്കാൻ പോകുകയാണ്. നിങ്ങൾ ശക്തിപ്പെടാൻ പോകുകയാണ്. ഇതിനകത്ത് ചില കുടുംബങ്ങളെ ദൈവം ഭയങ്കരമായി ശക്തീകരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, it was a joy that came us. The Holy Spirit gave honor and glory to Jesus. പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ അവരിലൂടെ ബഹുമാനവും മഹത്വവും ഉണ്ടായതിനാലും സന്തോഷവും അവർക്കുണ്ടായിരുന്നു. ഇന്ന് പകൽ മഹത്വം, ബഹുമാനം, ദൈവശക്തി, സന്തോഷം ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ബഹുമാനം ലഭിച്ചു. ഇന്ന് ഇവിടെ ചിലർ ഹോണർ ചെയ്യപ്പെടാൻ പോവാ. ഈ പരിശുദ്ധാത്മാവ് വന്ന നിമിത്തം ചിലരുടെ മിനിസ്ട്രിയിൽ അവർ ഹോണർ ചെയ്യപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കണം. നാം ഹംബിളാകണം. നാം താഴ്മ ധരിക്കണം. ഈ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും നമ്മുടേതല്ല. ഇത് കർത്താവ് നമുക്ക് തന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിന്റെ മുൻപിൽ ബഹുമാനത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ ആ കർത്താവിനുള്ള ബഹുമാനം നിങ്ങൾക്കും ലഭ്യമായി തീരും. ഞാൻ എപ്പോഴും ചിന്തിക്കും, 42ാമത്തെ വർഷത്തിലേക്ക് കയറുക ഞാൻ ശുശ്രൂഷയിലായിട്ട്. അല്ലേ, അന്നും പ്രശ്നമുണ്ട്, ഇന്നും പ്രശ്നമുണ്ട്. അന്നും ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ഈ അന്ന് 42 വർഷം മുമ്പ് ഈ നെറ്റോ ഫേസ്ബുക്കോ വാട്സപ്പോ എല്ലാം ഉണ്ടോ? ഒരു തീപ്പെട്ടി പോലത്തെ ഒരു കൊച്ചു ഫോൺ, എനിക്ക് ഫോണുമില്ല. അന്നൊരു പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ഈ ആത്മതീ വന്നപ്പോൾ എന്റെ വീട്ടിൽ കാണാൻ വന്ന ചിലരുടെ പേരും കാര്യവും സംസാരിച്ചു. ആദ്യം അവര് പറഞ്ഞു അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു. എന്റെ മനസ്സെല്ലാം ഉടഞ്ഞു. പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒന്ന് പറയാ എന്റെ അളിയന്റെ പെങ്ങളാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരു ക്യാൻസറിന്റെ രോഗം. ഓ, ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു പോയി ഒരു വേദന വന്നു. ചെക്ക് ചെയ്തപ്പം ക്യാൻസർ മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ഇവരെന്നിട്ട് ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാന്ന് ഓർത്തോണം, 40 വർഷം മുമ്പ് ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് ആ വേദന ഫീൽ ചെയ്യുന്നില്ല. ഒന്നുകൂടെ കൊണ്ട് സ്കാൻ ചെയ്തപ്പം ക്യാൻസർ ഇല്ല. ആ വീട് മുഴുവനും യേശുവിലായി. ഇപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഉടനെ നമുക്ക് ഉത്തരം കിട്ടിയ വലിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വേദന. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നിലും വേദനയില്ല. ഒറ്റ വേദനയേ ഉള്ളൂ, പാപി രക്ഷിക്കപ്പെടണം. ഇതിനല്ലാതെ കർത്താവ് നമ്മെ ഒന്നിനും വിളിച്ചിട്ടില്ല. അവൻ നമ്മെ വിളിച്ചത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ചെയ്തു വെച്ചു പോയ ശുശ്രൂഷയുടെ ബാക്കി തികയ്ക്കാൻ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഒരു ഗ്രേറ്റ് കമ്മീഷൻ തന്നു വിടുക നമ്മളെ. അവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്നാനം നടന്നില്ല. ഭയങ്കര സങ്കടമായിപ്പോ. ഞാൻ എൻ്റെ കൂടെ വന്നതിൽ എന്നോട് പറയാൻ സ്നാനം ഒന്നും നടന്നില്ല, നീ ഒന്നും പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് കുറെ വഴക്കാൻ പറഞ്ഞു. ഇന്നലെ 2 പേര് എൻ്റെ മുമ്പിൽ വന്ന് വിട്ടു. നാളെ സ്നാനമാണ്. ഒരെണ്ണം കുടിക്കുക, ഒന്നുകൂടെ ചേർത്ത് 2. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെ. കർത്താവ് ഈ ശുശ്രൂഷകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന നമ്മുടെ സന്തോഷം. ഞാൻ എൻ്റെ സഭയിൽ പറഞ്ഞ് എല്ലാ ആഴ്ചയും സ്നാനം നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കതിനകത്തൊരു ബേഡൻ വരണം. ഓ, സ്നാനമൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് നടക്കാതെ കുത്തി പ്രാർത്ഥിക്കണം. ഈ ഒരു സ്നാനം സഭയിൽ നടക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ഓർത്തോണം, എൻ്റെ ആരും കാണാതിരുന്ന പ്രാർത്ഥനയുടെ ഒരു പങ്കുണ്ട്. നിങ്ങൾ എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു? കർത്താവേ, ആത്മാക്കളെ തരണം. ആത്മീക ഭ്രാന്തന്മാരാകണം. ആരും അറിയാതെ ഇതിന്റെ ചുറ്റും വന്ന് പ്രാർത്ഥിക്കണം. അകത്ത് കയറി കസേരയിൽ പ്രാർത്ഥിക്കണം. നിറഞ്ഞു കവിയുന്നത് പോലെ പ്രാർത്ഥിക്കണം.
രണ്ടാം സർവീസ് തുടങ്ങുന്ന പോലെ പ്രാർത്ഥിക്കണം. ഈ ഒരു ബേഡൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പലരും പൊട്ടിച്ചിരിക്കും, പലരും കളിയാക്കും. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മെ ഭ്രാന്തന്മാരായിട്ടാണല്ലോ കർത്താവ് എടുത്തത്. ആത്മീക ഭ്രാന്ത്, ആത്മീക താല്പര്യം, ആത്മീക ദാഹം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് നിന്നു പോകരുത്, ഇത് കുറഞ്ഞു പോകരുത്. ദൈവരാജ്യത്തിനു വേണ്ടി നാം നിൽക്കുന്നവരായി മാറണം. പൗലോസിന്റെ സന്ദേശവും ശുശ്രൂഷയും തൻ്റെ വ്യക്തിപരമായ ജീവിതമെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. ക്രിസ്തു എന്നുള്ളതായിരുന്നു തൻ്റെ സബ്ജക്റ്റ്. അതിനകത്ത് വലുതൊന്നുമില്ല, അതിനകത്ത് വേറൊന്നുമില്ല. പൗലോസ് എപ്പോൾ പ്രസംഗിച്ചാലും വിശ്വാസം സംബന്ധിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും നിറവിനെ കുറിച്ചും ഒക്കെ അതിശക്തമായി പ്രസംഗിക്കുമായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, അവൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ എന്നിൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം നെയ്യാറ്റിൻകര ഒരു ചർച്ച, ഗ്ലാഡ്സന്റെ ചർച്ച പോയി ശ്രമിച്ചു. കൊറോണ ടൈമിലെല്ലാം നിന്നുപോയി. എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ജോലി വിട്ടു, രണ്ടുപേരും, ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ UK-യിലെല്ലാം പഠിച്ചാന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കർത്താവ് പറഞ്ഞു വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. അന്നുണ്ടായിരുന്നത് 30 പേരാ, ഇനി വരാൻ പോകുന്നത് 3000. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചെന്നിട്ട് പറഞ്ഞു എല്ലാ മാസവും സ്നാനം നടക്കുവാന്ന്. ആ പറഞ്ഞതിൻ്റെ അന്ന് മുതൽ എല്ലാ മാസവും സ്നാനമുണ്ട്. അദ്ദേഹം അത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഴിഞ്ഞ സൺഡേയിലും പോയി അവിടെ 7-8 പേര് സ്നാനത്തിന് മുമ്പോട്ട് വന്നു. പ്രതീക്ഷിക്കാത്തവരെ ദൈവം മുമ്പോട്ട് കൊണ്ടുവന്നു. അവൻ കർത്താവ് എന്നോട് പറയുന്നു, അവൻ ഇവിടെ സ്നാനത്തൊട്ടി ഉണ്ടോ? ആ ഉണ്ട്, പേടിക്കണ്ട, എങ്ങോട്ടും പോകണ്ട, റെഡി ആയിക്കോ, ഗെറ്റ് റെഡി ടു ബാപ്റ്റിസം. അവൻ സ്നാനങ്ങൾ നടത്താൻ സഭ തയ്യാറായിക്കോ. ഈ സഭയ്ക്ക് ഒരു പിൻതലമുറ എഴുന്നേക്കാൻ പോവുകയാണ്. ഒരു ജനറേഷണൽ ബ്രേക്ക് ത്രൂ ഈ സഭയിൽ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു ജനറേഷണൽ ബ്രേക്ക് ത്രൂ സഭയിൽ സംഭവിക്കും. ഇവിടെ കൊച്ചു പിള്ളേർ മുതൽ എഴുന്നേക്കാൻ പോവാ. കർത്താവിനെ കാണിച്ചു. ഇപ്പം കുറെ പ്രായമുള്ളവരായിരിക്കുന്നെങ്കിലും കുറെ കൊച്ചു പിള്ളേര്, ചെറുപ്പക്കാരെല്ലാം വരാൻ പോവാ. സ്കൂളിൽ പോയിരിക്കുക. ആമേൻ, സ്തോത്രം. അതൊന്നുമല്ല, പുതിയത് യങ് ജനറേഷൻ വരാൻ പോകുക. ആമേൻ. ഇതിന് ചുറ്റുവട്ടങ്ങളിൽ പലയിടത്തും ഇതിന്റെ ബ്രാഞ്ച് ഉണ്ടാകും. ഇതിന്റെ ബ്രാഞ്ചുകൾ ജനം കൂടി വരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. ഈ സ്ഥലമൊക്കെ ആരുടെയാ? വാങ്ങാനിട്ടേക്കുക, വാങ്ങിച്ചോ. എന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി കാണിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി, വഴിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചില കാര്യങ്ങൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുമ്പോ ഈ പൈസ ഉണ്ടോന്നൊന്നും ചോദിക്കണ്ട. ഈ ചിലരോട് ചോദിച്ചാൽ, ഈ ട്രഷറർമാരോടൊക്കെ ചോദിച്ചാൽ പറയും പൈസ ഒന്നുമില്ല, ഇപ്പൊ എടുത്ത് ആടരുത്. ദൈവത്തോട് ചോദിച്ചോണം. കർത്താവ് പറയും, നീ എന്റെ വേലയല്ലേ ചെയ്യുന്നത്, ജമ്പിയതോ ഞാൻ നിനക്ക് തരും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. അസൂയ ഇല്ലെങ്കിൽ ഒന്ന് കൈയടിച്ചേ, അസൂയ ഇല്ലെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. എന്നെ കാണിച്ചെന്ന് പറഞ്ഞ ഇതിന് അങ്ങോട്ടും ഇങ്ങനെ എല്ലാം ദൈവം തരാൻ പോവാ. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം, ജനം വരുമ്പോൾ സ്ഥലം ആവശ്യമാണ്. ദൈവം അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് തന്നത്. ഞാൻ സ്വന്തമായി കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തൊന്നും പൈസ ഉണ്ടാക്കിയില്ല കേട്ടോ. ദൈവം പറഞ്ഞു തരാൻ പോവാന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആദ്യം 1 ഏക്കർ വെറുതെ കിട്ടി, അടുത്ത 3 ഏക്കർ വെറുതെ കിട്ടി,
ഇനിയിപ്പോ അടുത്ത 27 സെന്റ് വെറുതെ കിട്ടാൻ പോകും. ഇതെല്ലാം കിട്ടാൻ പോവുകയാണ്. ഈ എന്നെ ദൈവം ഈ അടുത്ത സമയത്താണ് പഠിപ്പിച്ച. മറ്റേ കാശ് ഉണ്ടാക്കാൻ ഞാൻ ഇന്നും ട്രാവൽ ചെയ്യുമായിരുന്നു. ഇപ്പം ദൈവം പറഞ്ഞു നീ നിർത്താൻ പറഞ്ഞു. നിർത്തി കഴിഞ്ഞപ്പോൾ ആ പോയതിനെക്കാട്ടി ഇതെല്ലാം വരം വിറ്റ. ഉള്ള രാജ്യത്തെല്ലാം പോയി ജെറ്റിലാക്ക് വടിച്ച് വെട്ടിയും പിടിച്ച് 7 വെട്ടും ഫ്ലൈറ്റിലും കയറി കിടന്ന് കഷ്ടപ്പെടുക. കുഴപ്പമില്ല, ആൾക്കാർ രക്ഷിക്കപ്പെടും. പക്ഷെ അതിനെക്കാട്ടി ഭയങ്കര ഇവിടെ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടന്നു. ഒരു SP അവൻ അവിടെ വന്നിരുന്നു. എൻ്റെ ഭാര്യ ദൂത് പറഞ്ഞു, നമുക്ക് പുതിയ SP ആണെന്നും അറിയത്തില്ല, നിന്റെ പൊസിഷൻ അല്ല വലുത്, നിന്നെ അതിനേക്കാൾ വലിയ പൊസിഷനിലാക്കാൻ പോവാ. ഞാൻ ഓർത്തേ എൻ്റെ ഭാര്യ ഭയങ്കര പ്രബോധനം. അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ കണ്ടില്ല, ഞാൻ താഴെ റൂമിലിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കയറി ചെന്നപ്പോൾ ആദ്യം അവരോട് ദൂത് കൈവച്ചു, തെറിച്ചു പോയി വീണു, അഭിഷേകം പ്രാപിച്ചു, പുള്ളി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവൻ ഈ ദിവസങ്ങളിൽ ദൈവം, ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, സാറിനെ ദൈവം ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കാൻ പോവാ, ശക്തീകരിക്കാൻ. ഈ നാടിനടുത്താ പുള്ളിയുടെ താമസം കേട്ടോ, ഈ നാടിനടുത്ത് കണ്ട ചോദിക്കാൻ മറന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തെ തന്നത് ഒരു ചെറിയ കാര്യത്തിനല്ല, ഒരു വലിയ കാര്യത്തിന്, ഒരു വലിയ പകർച്ചയ്ക്ക് ദൈവം തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ ദൈവിക ദർശനങ്ങളെ വഹിക്കുന്നവരാണോ അതോ ആ ദർശനങ്ങളെ കളഞ്ഞിരിക്കുകയാണ്? നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ദൈവമക്കളെല്ലാം ഈ കാലങ്ങളിൽ ഈ ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ചേരാതെ നിൽക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാം ചേർന്ന് നിൽക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവം ഒരു ലീഡറെ ഒരു പ്ലേസിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ലീഡറോടാണ് ദൈവം സംസാരിക്കുന്നത്. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ മോശയോടാണ് ദൈവം സംസാരിച്ച, അവരോനോടല്ല, മോശയുടെ കൂടെ പോകാൻ മാത്രമേ അവരോനോട് പറഞ്ഞു. ആ കൂടെ നിന്ന ആ അഹരോൻ ചേർന്ന് നിന്നു, ആ ജനത്തോട് സംസാരിച്ചു. ആ കൂടെ നിന്നതിന്റെ നടുവിൽ നിന്ന് ദൈവം ജോഷുവയെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ ആത്മീക തലമുറകൾ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും എഴുന്നേൽക്കുന്നത് ചേർന്ന് നിന്നവരുടെ അനുഭവത്തിലൂടെയാണ്. അതിലൂടെ പകർച്ച സംഭവിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കും, എൻ്റെ പിതാവ് വലിയൊരു പ്രാസംഗികനായിരുന്നില്ല, പാസ്റ്ററായിരുന്നു, ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ഏഴംകുളം സഭയിൽ ലോകമറിയുന്ന 78 ഭാഷന്മാരുണ്ട്. അതിലൊരാളാ ഞാൻ. എന്നേക്കാളൊക്കെ വലിയ പ്രസിദ്ധന്മാർ അവിടെ ഉള്ള എല്ലാവരും. ചർച്ച് ബോർഡിന്റെ ഓവർസിയർമാർ വരെയായി, ഫീൽഡ് സെക്രട്ടറിയായി, ഇവാഞ്ചലിസം ഡയറക്ടറായി, വലിയ വലിയ ടോപ്പ് നിലയിലെത്തി. ഞാൻ ഓർക്കുന്നു, ആമേൻ, കരയുന്ന മാതാപിതാക്കളുള്ള സഭകളിൽ ഒരു പിൻതലമുറയുണ്ട്, ഒരു ജനറേഷൻ ഉണ്ട്. ഞാന് അടൂർ വെള്ളക്കുളങ്ങര ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററായിരുന്നു. അവിടെ വന്നു ഒരു കുഞ്ഞു സഭ, ഒരു 15 പേരുമുണ്ട്. ആദ്യത്തെ സൺഡേ ഞാൻ വന്നു, അന്യഭാഷയെല്ലാം പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പ്രവചിച്ചപ്പം പറഞ്ഞു, ഈ സഭാഹോള് പൊളിക്കാൻ പോവാന്നു. ഒരച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞു, വന്നതേ ഉള്ളൂ, അതിന് മുമ്പ് പൊളിക്കാൻ പോവാ, അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ഇരിക്കാനല്ല വന്നത്, നിൽക്കാനാ. അതുകൊണ്ട് അച്ഛൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആമേൻ. ഇന്ന് ആ സഭാഹോള് പൊളിച്ച് വേറെ സ്ഥലം വാങ്ങിച്ച് 1000 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഹോള് പണിതു. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നോടൊരു അമ്മച്ചി വന്ന് പറഞ്ഞു, പക്ഷേ അച്ഛനോട് മിണ്ടരുത്, അടി പറ്റിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ദൈവം അടിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ തിരിച്ചടിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഭാഷയാണ്. പക്ഷേ ദൈവം എന്നെ വിട്ടത് മൊത്തം സഭ തുടങ്ങാനാണ്. അന്ന് കല്യാണം കഴിക്കാത്തതുകൊണ്ട് സഭായാർ ചേർത്തില്ല, പുതിയത് പോയി തുടങ്ങിക്കോണം. അതെനിക്കൊരു എക്സ്പീരിയൻസ്. എന്താ കാരണം എന്നറിയാമോ? എവിടെ വിട്ടാലും പോയി സഭ തുടങ്ങാൻ പേടിയില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, അവിടെ ക്രിസ്ത്യൻസിന്റെ കൂട്ടമുണ്ടോ
അവിടെ രക്ഷിക്കപ്പെട്ടവരുണ്ടോ? ഒരാളെങ്കിലും നല്ലതുണ്ടോ? നോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ആത്മാവിനെ തന്നത് നമ്മൾ എവിടെ പോയാലും അവിടെ വലിയ ദൈവപ്രവൃത്തി നടത്തിയെടുക്കേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ! കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇവിടെ തുടങ്ങി ആരംഭം ഒരു വലിയ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. ഈ വരുന്ന വർഷം സംഭവിക്കാൻ പോകുന്നത്, ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കീഴിൽ വലിയ പ്രതിബന്ധങ്ങൾ മനുഷ്യൻ അനുഭവിക്കും. ആമേൻ, സ്തോത്രം. അതിന്റെ നടുവിൽ ആമേൻ വേൾഡ് സഭ ഒരു റിവൈവലിനെ സ്വീകരിക്കും. സഭകൾ വളരും. അടുത്ത ചില വർഷങ്ങൾ കർത്താവ് വരാൻ താമസിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഉണർവ് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാത്ത തരത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കാൻ പോവുക. കൊച്ചു യൗവനക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. അസാധാരണ കാര്യങ്ങൾ. ചിലർ ജോലി വിട്ടിറങ്ങാൻ പോകുക. ഒരു സഭയിൽ പാസ്റ്റർമാരുടെ എണ്ണം കൂടാൻ പോവുക. പ്രവാചകന്മാരുടെ എണ്ണം കൂടാൻ പോകുക. അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. ഇതുവരെ നടക്കാത്ത വലിയ സംഭവങ്ങൾ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടാൻ പോകും. പ്രതികൂലങ്ങൾ കടന്നു വരും. സുവിശേഷകന്മാർ അടയ്ക്കപ്പെടും. സുവിശേഷകന്മാർ പീഡനത്തിലൂടെ പോകേണ്ടി വരും. വിശ്വാസികൾ ഘട്ടത്തിലൂടെ പോകേണ്ടി വരും. എന്നാലും കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് പകൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ചില ആത്മശക്തി, ആത്മസാന്നിധ്യം കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ്. അസാധാരണമായ വിടുതൽ കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ്. ഇതുവരെ നടക്കാത്ത വലിയ സംഭവങ്ങൾ വേൾഡിൽ നടക്കാൻ പോകുന്നു. ഇതുവരെ കാണാത്ത വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. സ്തോത്രം. നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് ചെറുതായിരിക്കരുത്. നിങ്ങളുടെ ദർശനം ആ മിഷനിൽ എത്തിക്കാൻ പോവുക. എന്താ നിങ്ങളുടെ ദർശനം? വിഷൻ. ആമേൻ. ആ ദർശനം മിഷനിൽ എത്തിക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സഭയിൽ ഓർപ്പിച്ചു, എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കത്തില്ലെങ്കിലും കണ്ടാൽ വിടത്തില്ല. ഉടനെ അത് ഒരു ഇമ്പീരിയൽ ബേക്കറിയിൽ ഏറ്റവും നല്ല ലഡു കിട്ടും. അതുകൊണ്ട് വല്ലപ്പോഴും മേടിക്കും. അവിടെ പോയി മേടിക്കണമെങ്കിൽ ഒരു എഫേർട്ട് എടുക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, വിഷൻ, എനിക്കൊരു ലഡു തിന്നണം. ഇമ്പീരിയൽ ബേക്കറിൽ പോകണമെങ്കിൽ എനിക്ക് ബസ് കയറി പോകാൻ പറ്റത്തില്ല. കാറിൽ പോകണം. ഒരാൾ ഡ്രൈവ്, ഒരു എഫേർട്ട് എടുക്കണം, പൈസ മുടക്കണം. ഞാൻ അവിടെ ചെന്നാൽ ലഡു വാങ്ങിച്ചു കഴിയുമ്പോൾ എൻ്റെ മിഷനിലെത്തി, സക്സസ് ആയി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിഷൻ എന്താ? നെക്സ്റ്റ് ഇയർ 1000 people take baptism. 1000 പേര് സ്നാനപ്പെടണം. എന്താ നിങ്ങളുടെ വിഷൻ? എക്സ്പാൻഡ് യുവർ ബൗണ്ടറീസ്. ഈ ബൗണ്ടറികളെല്ലാം എന്ത് ചെയ്യണം? അവൻ വിശാലപ്പെടണം. ഒരു ജനറേഷണൽ ബ്രേക്ക് ത്രൂ സംഭവിക്കണം. അതായിരിക്കണം നമ്മുടെ വിഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തം പോകാത്ത ഒരു സ്ഥലം, ജോർജിയയിലൊക്കെ പോകുന്ന എന്നോട് ഇങ്ങനെ പറഞ്ഞു. ജോർജിയ. അങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ ഒരു ആഫ്രിക്കൻ ഭാഷയും നമ്മുടെ ചർച്ചിലെ ഒരു ഡോക്ടർ പയ്യനുമായിട്ട് സംസാരിച്ച് അങ്ങനെ എന്നോട് ചോദിച്ചു, ഭാഷങ്ങൾ ജോർജിയയ്ക്ക് വന്ന ഒരു ആഫ്രിക്കൻ ഭാഷങ്ങളുടെ സൂമിൽ കയറുന്നുണ്ട്, വിളിക്കുക എന്ന് പറഞ്ഞു. കണക്റ്റായി. ആമേൻ, സ്തോത്രം. നമ്മൾ ചുമ്മാതെ ഇരുന്ന് പറയാം, കർത്താവെ അങ്ങ് പറഞ്ഞ വാഗ്ദത്തം നടന്നില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടോണ്ടിരിക്കുക. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാറാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കലും വാക്കുമാറുന്ന ദൈവമല്ല.
ദൈവം ഒരിക്കലും വാക്കുമാറത്തില്ല. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. അവൻ വാക്കുമാറാത്ത ദൈവം. തുടർമാനമായ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ നാം ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാണ്. പൗലോസ് എപ്പോഴും പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. പോൾ ആൾവേസ് പ്രീച്ച്ഡ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതായിരുന്നു തൻ്റെ അകത്തെ തീം, അകത്തെ പ്രവൃത്തി, അകത്തെ ദൈവപ്രവൃത്തി എന്നുള്ളത് നാം മറന്നു പോകരുത്. സ്തോത്രം. നിങ്ങളെല്ലാവരും കേട്ടോ, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. മണിക്കൂറുകൾ, സഹോദരിമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥനയ്ക്ക് നിങ്ങളാ മിടുക്കരെ. ഞങ്ങളെ നിങ്ങൾ തോപ്പിക്കുന്നവരാ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് മുടക്കം വരുത്താതെ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥനയിൽ വൻ കാര്യങ്ങൾ സംഭവിക്കും. പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. പ്രാർത്ഥനയിൽ ദൈവികമായ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ദൈവികമായ സ്പർശനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇന്നു മുതൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് കുഴഞ്ഞു പോകരുത്. പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യണം. പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന കാര്യങ്ങൾ വരും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും നമ്മുടെ വീട് സഭ. ആ പരിപാടി കൊണ്ട് നിർത്തരുത്. ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സഭ. ഒരു വിശ്വാസി എപ്പോഴും ആ സഭയിലുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഒരു പാസ്റ്റർക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ. കാരണം ഓരോ കുടുംബത്തെയും ദൈവം ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ. ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നാൽ കണ്ണടച്ചിരിക്കാൻ തോന്നത്തില്ല. കാരണം താൻ ജീവൻ കൊടുത്ത് നേടിയ ആത്മാവാണ്. ആ ദൈവദാസനെതിരെ ഒരു വേടും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരരുത്. ആ ദൈവദാസനെ എപ്പോഴും ഹോണർ ചെയ്ത് സംസാരിച്ചോ. കാരണം ദൈവം നിർത്തിയ സ്ഥാനാപതിയെ നാം ഹോണർ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറകൾ അത് നിമിത്തം ഹോണർ ചെയ്യപ്പെടും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഭയങ്കരമാ. 24 അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന തീരുവോ? അച്ഛ തീരുവോ? അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന തീരുവോ? ഇല്ല. കാരണം ഓരോരുത്തരെ ഓർത്തോർത്ത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, വരുന്ന വർഷത്തെ പ്രോജക്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓരോന്നിനകത്തും പ്രയർ പ്രൊഡ്യൂസ് പാഷൻ. ആമേൻ. പ്രാർത്ഥന ഒരു പാഷനാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി പ്രാർത്ഥന നാം മാറ്റിയെടുക്കണം. പ്രാർത്ഥനയായി മാറണം. ഒരു കുറ്റബോധമുണ്ടോ? ദൈവം കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് ഏൽപ്പിച്ച പലതും ചെയ്യാതെ കിടക്കുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഫുൾഫിൽ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ അത് ചെയ്യാൻ തയ്യാറാകുക. ഇനിയുള്ള ദിവസങ്ങൾ ചില സ്റ്റെപ്പ് ചെയ്യുക. അതിൻ്റെ പിന്നിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോകുകയാണ്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. ആമേൻ. ദൈവം ചില വലിയ പ്രവർത്തികൾ ഈ സഭയ്ക്കകത്ത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പൗലോസ് പ്രസംഗിച്ചപ്പോൾ വിടുതൽ നടന്നത് ജ്ഞാനത്തിൽ ആശ്രയിച്ചവരുടെ മേലല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മേലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജ്ഞാനത്തിലല്ല, യേശുക്രിസ്തുവിനുള്ള വിശ്വാസം അതുമൂലം അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നു. വിശ്വാസം അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ പോവാ. വിശ്വാസം അസാധാരണ കാര്യങ്ങളിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ചില കണക്ഷൻ വെളിപ്പെടാൻ പോവാ. ചില കണക്ഷൻ കർത്താവിനോട് പറയുന്നു. ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചില കണക്ഷൻ, ഫേവർ, ചിലത് റിലീസ് ചെയ്ത് ചിലതിനു വേണ്ടി കാലുവെച്ച് സംസാരിക്കുന്ന പോലെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്
ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. ഓ, ദൈവം നിങ്ങൾക്ക് ഒരു ചാരിറ്റി മൂവ്മെന്റ് തരും. ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിൽ തലമുറയിൽ മാത്രമല്ല, നിന്റെ ഗ്രാൻഡ് തലമുറയിലും ഒരു മിറക്കിൾ നടക്കാൻ പോകുക. ഹല്ലേലൂയ! ഒരു മിറക്കിൾ നടക്കാൻ പോകുകയാണ്. ദേവിടുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവാത്മാവിന്റെ പ്രവർത്തികൾ, വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചോ. ഇവിടെ മാത്രമല്ല, വിദേശത്തും ചില ദൈവ പ്രവർത്തികൾ ജനറേഷന് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കും. ഉടാരവാദന ജിഗദന പ്രവാദനാജ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. നിന്റെ സഭയ്ക്കകത്ത്, കുടുംബത്തിനകത്ത് ചില വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോവുക. ചില ജനറേഷനെ ദൈവം തൊടാൻ പോവുക. ഹല്ലേലൂയ! എന്ന് പറഞ്ഞു തുടങ്ങുന്ന പേരുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ആരംഭിക്കാൻ പോകും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു സൂസന്റെ കുടുംബത്തിൽ ഉണർവിന്റെ കാറ്റുകൾ അടിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. കർത്താവിനോട് പറയുന്നു, ചില വിശ്വാസവുമായി ഒരു താല്പര്യമില്ലാതെ പോയ ചില കുടുംബങ്ങളെ ദൈവം തൊടാൻ പോവുക. കർത്താവിനെ ഒരു എഴുത്ത് എഴുതി കാണിക്കുന്നു. ഒരു ലക്ഷ്മിയുടെ കുടുംബം, ഒരു ലക്ഷ്മിയുടെ കുടുംബം. ആമേൻ. ചില കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് ചില കുടുംബങ്ങളെയൊക്കെ ദൈവം തൊടാൻ പോവുക. ചില കുടുംബങ്ങളെയൊക്കെ ദൈവം തൊടാൻ പോവുക. കർത്താവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു, പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങളെ തൊടാൻ പോവുക. ചില തുളസിയുടെ കുടുംബത്തെ ഓ ദൈവം തൊടാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ! തുളസി, കർത്താവിനോട് പറയുന്നു, അങ്ങനെ ഒരു കുടുംബം ഉണ്ടോ ഇവിടെ? അങ്ങനെ ഒരു കുടുംബത്തെ തൊടാൻ പോകും. ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരിച്ചിട്ടുണ്ടോ? ആ കുടുംബത്തിനകത്ത് ഒരു വലിയ ദൈവിക പദ്ധതി വെളിപ്പെടാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ഓ സബല ബാബ കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് യെസ് എന്ന് തുടങ്ങുന്ന ആമേൻ ആമേൻ സതി ആമേൻ യെസ് എന്ന് തുടങ്ങുന്ന പേരുള്ള ഓ കുടുംബങ്ങളെ എല്ലാം ദൈവം തൊടാൻ പോവുക. കുടുംബങ്ങളെ ദൈവം തൊടാൻ പോവുക. കർത്താവിന്റെ ഒരു കാഴ്ച കാണിക്കുന്നു. ഈ വർഷത്തിന്റെ 9-ാം മാസം മുതൽ ഒരു വലിയ മാൻഡിൽ ആ കുടുംബത്തിന്റെ മീതെ നിൽക്കുന്നു. ആ കുടുംബം മുഴുവനും ഈ ദിവസങ്ങൾ അവരോട് ബന്ധപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാം വിടുവിക്കപ്പെടാൻ പോകുന്നു. ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. സുന്ദര ജഗദന ആ വീട്ടിൽ തന്നെ എസ് എന്ന് പേരുള്ള പലരുണ്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ആ കുടുംബങ്ങളെ മുഴുവനും പരിശുദ്ധാത്മാവ് തൊടാൻ പോവുക.
അവരെവിടാ താമസിക്കുന്നത്? അവിടെ നിങ്ങൾക്കൊരു നല്ല കെയർ സെല്ല് രൂപപ്പെടാൻ പോകുന്നു. ആ സ്ഥലത്ത് വലിയൊരു കെയർ സെല്ല് ഉണ്ടാകാൻ പോകുന്നു. ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് എസ് എന്ന് തുടങ്ങുന്ന പല പേരുണ്ട്. ആ പല പേരുകളുള്ള സഹോദരിമാരും ഉണ്ട്, സഹോദരന്മാരും ഉണ്ട്. സഹോദരിയുണ്ട്, സഹോദരനുമുണ്ട്. ഹല്ലേലൂയ. ആ കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെട്ട് എന്നെ കാണിക്കുന്നു. ആ വീടിനകത്തുനിന്ന് ഒരു ബന്ധവുമില്ലാത്ത ചിലര് ലീഡറായിട്ട് പുറത്തു വരാൻ പോവാ. ദൈവം ചില ലീഡർമാരെ പുറത്തെടുക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. In the name of Jesus. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആ ഏരിയയിൽ സംഭവിക്കാൻ പോകുന്നു. ആ ഏരിയയിൽ നടക്കാൻ പോകുന്ന ഒരു കാഴ്ച ദൈവം കാണിക്കുകയാണ്. The name of Jesus. ആ വീടിനകത്തൊരു വലിയ ഭാരമേറിയ വേർപാട് നടന്നു. എന്നാൽ ആ വേർപാടിന്റെ പിന്നിൽ പല ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കപ്പുറത്ത് ചില ഉത്തരവുമായി പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നു, ചിലരെ തീ കത്തിക്കുന്നു, ചിലരെ ആത്മാവിൽ നിറഞ്ഞ ജ്ഞാനത്തോടെ നിൽക്കുന്ന കാഴ്ച ദൈവാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് ലഭിക്കും. ഭയങ്കര സന്തോഷം, ഭയങ്കര ആനന്ദം നമുക്ക് ലഭിക്കും. ഇന്ന് പകൽ ഒരു വലിയ ആനന്ദത്തിലേക്ക് ദൈവം നിങ്ങളെ എഴുന്നേറ്റ് വിടാൻ പോകുകയാണ്. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് പൗലോസിന്റെ മേൽ വന്ന ആത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കാനിടയായി. ഇന്ന് പകൽ ഇവിടുത്തെ ശുശ്രൂഷ ചിലതിനെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷ. മുടന്തായ ചിലതിനെ രോഗസൗഖ്യത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇന്ന് പകൽ ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ചിലരുടെ ശബ്ദം മാറ്റാൻ പോവാ, ചിലരുടെ സ്വരം മാറ്റാൻ പോവാ, അധികാര സ്വരം മാറ്റാൻ പോവാ, ചിലരുടെ അവസ്ഥകൾ ദൈവം മാറ്റിയെറിയാൻ പോവാ. ഇന്ന് പകൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. In the name of Jesus. Rabala Sabta Laba. Oh Rabba Kala Rabala Rabala Rabba. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ടീം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദൈവം തൊടാൻ പോകുകയാണ്. ടീം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുകയാണ്. ഒരു യൂത്ത് മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ സന്ദർശിക്കും, യൗവനക്കാരെ സന്ദർശിക്കും. ഒരു ജബയുടെ കുടുംബങ്ങളെ ദൈവം തൊടാൻ പോകുകയാണ്. പ്രവാദ ചില കുടുംബങ്ങൾക്കകത്ത് ആത്മീക തീ ആളിക്കത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ചില തീ ആളിക്കത്താൻ പോകുന്നു. അതാ പറയുന്നു, നിന്നെ വലിയൊരു ഇന്റർസെസറായി തിരഞ്ഞെടുക്കുകയും 3 വലിയ അത്ഭുതം നിന്റെ വീടിനകത്തും നിന്റെ പേഴ്സണൽ ലൈഫിലും സംഭവിക്കാൻ പോകുക. നീ ഒരു വേദനയോടെ പോകുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ വേദനകളെ ദൈവം തുടച്ചു കളയും. നീ എവിടെ കാലുകുത്തുന്നോ, darkness will be removed. Hallelujah. Challenges will be removed. നിന്റെ ലൈഫിൽ ഇന്നൊരു ഇമ്പാർട്ടേഷൻ കർത്താവ് തരാൻ പോകുക. ഒരു പകർച്ച നിന്റെ 17 years മുതൽ
നിന്റെ നന്മയ്ക്കെതിരെ സിസ്റ്ററെ ജപ, നിന്റെ 17-ാമത്തെ വയസ്സ് മുതൽ നിന്റെ നന്മയ്ക്കെതിരെ നിന്ന ചില വേദനയുണ്ടാക്കിയ വിഷയങ്ങളില്ലേ, ഇന്ന് പകലത് പൊളിയാൻ പോവാ. നിനക്ക് ചില ഇന്റേണൽ വൂൺസ് ഉണ്ട്. കർത്താവ് ഇന്റേണൽ വൂൺസിനെ ദൈവം എടുത്തു കളയാൻ പോകുകയാണ്. ഇന്ന് ദൂത് പറയുമ്പോൾ തന്നെ ഒരു പ്രോഫറ്റിക് മൂവ്മെന്റ്, പ്രോഫറ്റിക് റേലം ഓപ്പൺ ചെയ്യുന്നു. ഓ പ്രോഫറ്റിക്, ഓ ഇംപാർട്ടേഷൻ ഇവിടെ പകരപ്പെടുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിന്റെ ലൈഫിനെതിരെയുള്ള ചലഞ്ചസ്, നിന്നെ മുമ്പോട്ട് ജീവിപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ശക്തി ഇവിടെ വെച്ച് ബ്രേക്ക് ആവുക. ഇനിയും പഴയ കാര്യം പറയണ്ട, പഴയ കാര്യം വിട്ടുകള. നീ പോയ വേദനയുടെ പാന്താവ് മുള്ളു വിട്ടുകള. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വെച്ച് ഒരു ആത്മശക്തിയിൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. നീ മുഖാന്തരം പല കുടുംബങ്ങളും വിടിവിക്കപ്പെടാൻ പോകുന്നു. മറ്റ് ഭാഷയിലുള്ള ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെടാൻ പോകുന്നു. ചില തമിഴ് ഫാമിലികൾ വിടിവിക്കപ്പെടാൻ പോകുന്നു. In the name of Jesus, ദൈവാത്മാവിന്റെ അസാധാരണ കാര്യങ്ങൾ ഈ 26 2-ാം മാസം 7-ാം തീയതി 2-ാം മാസം മുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചില ബ്രേക്ക് ത്രൂ തരാൻ പോവാ. ആ മാസത്തിന് നിനക്കൊരു സൈൻ ഉണ്ട്. ആ മാസത്തിന് നിനക്കൊരു സൈൻ ഇല്ലേ, അത് ദൈവം വിടുതലാക്കാൻ പോകുന്നു. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എഴുതിയിരുന്നു ഈ മാസം, ഈ 2-ാം മാസത്തിൽ ചില ബ്രേക്ക് ത്രൂസ്, ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, നീ രാജ്യങ്ങൾ താണ്ടവളാ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു പേപ്പർ എടുക്കാൻ പോവുകയാണ്. ഒരു ഫയൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഒരു ഫയൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. ഒരു ഫയൽ ഓപ്പൺ ആകുന്നു. നിന്റെ കൈ കൊണ്ട് വേറൊരു നാട്ടിലെ പൈസ വാങ്ങും. നിന്റെ കൈ കൊണ്ട് വേറൊരു നാട്ടിലെ ബ്ലെസ്സിങ് വാങ്ങും. നിനക്ക് വേണ്ടി ദൈവം ഒരു സൈൻ അപ്പ് ചെയ്യുന്ന കാഴ്ച. പരിശുദ്ധാത്മാവ്, നീ കുറെ വേദനയിലും തോൽവിയിലും പോയവളാ. എന്നാൽ കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. യു നീൽ ഡൗൺ, നീ മുഴങ്കാലിൽ വീണു പ്രാർത്ഥിക്കട്ടെ. അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. അത് നിന്റെ ജീവിതത്തിൽ മാറ്റം കൽപ്പിക്കാൻ പോകും. ഹല്ലേലൂയ. ആമേൻ. സിസ്റ്ററെ, നീ എവിടെ പോയാലും അവിടെ ശുശ്രൂഷയുടെ ഒരു പാർട്ട് നീ എടുക്കാൻ പോവാ. നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യും. ആമേൻ. നിന്റെ ഫാമിലിയിൽ ദൈവം അതിൻ്റെ വലിയൊരു പകർച്ചയുമായിട്ട് ദൈവം വിടാൻ പോവുകയാണ്. ഇതുവരെ പോകാത്ത ചില വഴികൾ, പാതകൾ, ഇതെല്ലാം ദൈവം തുറന്ന് ഓപ്പൺ ചെയ്യുന്നു. നിന്റെ കയ്യിൽ ബലമുള്ള ഏത് തുറക്കപ്പെടാത്ത വാതിലും തുറക്കുന്ന ഒരു കീ നിന്റെ പക്കൽ കർത്താവ് തരികയാണ്. ചില പ്രതികൂലങ്ങളിലൂടെ നീ പോകേണ്ടി വന്നാലും ഭാരപ്പെടരുത്. പ്രതികൂലങ്ങൾ നിന്നെ തകർക്കാനല്ല, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ജയത്തിൽ നിന്ന് ജയത്തിലേക്കും കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കാൻ പോകും. ഈ മകളെ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ബ്രേക്ക് ത്രൂ കർത്താവെ കൽപ്പിക്കണമേ, കൽപ്പിക്കണമേ, കൽപ്പിക്കണമേ. അവിടെ മേൽ റിസൾട്ട് വരട്ടെ, അവിടെ മേൽ വിടുതൽ വരട്ടെ, വിക്ടോറിയസ് ലൈഫ് വരട്ടെ, ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. അതിനായി പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പോയിരുന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ
നിറഞ്ഞാരാധിക്കണം. നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ ലൈഫ്, ഫാമിലി പ്രെയർ ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ പ്രെയർ ലൈഫ്, പേഴ്സണൽ പ്രെയർ ലൈഫ് ബിൽഡ് ചെയ്യണം. അന്നായിക്ക് ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിലും അവൾ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രെയർ ലൈഫ് ബിൽഡ് ചെയ്തു. അവിടെ ഓരോ കണ്ണുനീരും ഉത്തരമായിരുന്നു, നിന്നാ വാക്കിൻ്റെ ഉത്തരമായിരുന്നു, ഡിലേസിൻ്റെ ഉത്തരത്തെ കൊണ്ടുവരുന്നതായിരുന്നു. അല്പം ഡിലേസ് ലോക പ്രശസ്തനായ ഒരു ശമൂവേൽ പുറത്തു വരാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില ഡിലേസ്, മുടക്കങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എന്തോ ആർക്കും കിട്ടാത്ത ഒന്ന് വെളിയിൽ വരാൻ പോവുകയാണ്. ആർക്കും വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വലിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നെ കർത്താവ് തികച്ചും ഒരു വെളിപ്പാട്, ഒരു വലിയ ഒരു 2 മനുഷ്യൻ ഈ ചർച്ചിന്റെ 2 ഭാഗത്ത് നിൽക്കുന്നു. വലിയ വൈറ്റ് ഡ്രസ് ധരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച. കർത്താവിനോട് പറയുന്നു, സ്തോത്രം, ഇന്നു മുതൽ ഇതിനകത്ത് കയറി വരുന്നവർ പ്രാർത്ഥിക്കാതെ ഹീലിംഗ് പ്രാപിച്ചു മടങ്ങും. ഇതിനകത്ത് വരുന്നവർ പാപം ഏറ്റുപറയും. ഇതിനകത്തുള്ളവരുടെ മേൽ ഒരു മാറ്റം വരുത്തും. അനമാരഹസ്യ ചില കുടുംബങ്ങളെ എല്ലാം തൊടാൻ പോകുക. ചില കുടുംബങ്ങളെ തൊടാൻ പോകുക. അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അവരുടെ പ്രസംഗത്തിൽ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. അവർ ഓരോ ഐലൻഡുകൾ, ഗ്രാമങ്ങളിൽ പോയി, ജയിലറകളിൽ പോയി, ഹല്ലേലൂയ, കോടതികളുടെ മുൻപിൽ നിൽക്കേണ്ടി വന്നു. പക്ഷേ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് പകൽ ലജ്ജിക്കാതെ നിർത്തുന്ന, ലജ്ജിപ്പിക്കാതെ നിർത്തുന്ന ഒരു വലിയ പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നു. ചിന്തിക്കാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയിൽ ദൈവം എത്തിക്കാൻ പോകുന്നു. പ്രാർത്ഥനാ വീരന്മാരുടെ എണ്ണം കൂടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അസാധാരണമായ മാറ്റങ്ങൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരു തീയുമായി നിങ്ങൾ പോകാൻ പോവുകയാണ്. ക്വിഞ്ച് എന്ന വാക്ക് തീയും ആയി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവൻ ഇത് കെടുത്താൻ ആർക്കും പറ്റത്തില്ല. ഇത് കെടുത്താൻ ആർക്കും പറ്റത്തില്ല. ഇത് കെടുത്താൻ പറ്റുന്ന ഒരു തീയല്ല. ആർക്കും അണയ്ക്കാൻ പറ്റുകയില്ല. കാരണം സ്പെഷ്യൽ തീയാണ്. അവൻ എക്സോഡസ് ചാപ്റ്റർ 3 പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടെ ഒരു സ്പെഷ്യൽ തീ മോസസ് കണ്ടു. അവൻ ഒരുപാട് തീ കണ്ടിട്ടുണ്ട്, അതുവരെ കാണാത്ത ഒരു തീ. എന്താ തീ? കത്തുന്നുണ്ട്, വെന്തുപോകാത്ത തീ. ഇന്ന് പകൽ ചിലരെ ദൈവം സ്പെഷ്യലായി ചിലത് കാണിക്കാൻ പോവാ. സ്പെഷ്യലായി ചിലത് കാണിക്കാൻ പോവുക. സ്പെഷ്യലായി ചിലത് കാണിക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തീ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തീ, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒന്ന് ദൈവം നിന്നെ കാണിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ തീയെ കുറിച്ചുള്ള വർത്തമാനം ഉണ്ടാകാൻ പോവാ. തീ ഇതൊരു സാധാരണ തീയല്ല. നിന്റെ മിനിസ്ട്രിയിൽ സംഭവിച്ച എൻകൗണ്ടറാണ്. നിന്റെ മിനിസ്ട്രിയിൽ സംഭവിക്കുന്ന ചില എൻകൗണ്ടറുകളാണ്. മിനിസ്ട്രിയിൽ ചിലത് സംഭവിക്കാൻ പോവുക. ചില കുടുംബങ്ങളെ എല്ലാം ദൈവം തൊടാൻ പോവുകയാണ്. ഇതുവരെ നടക്കാത്ത അസാധാരണ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും
നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി തീ കെടുത്തുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ഈ തീയെ കെടുത്താൻ നോക്കുമ്പോൾ ഇത് അത്ഭുതത്തെ കൊണ്ടുവരുന്നു. ഈ തീ മിറാക്കുലസ് നിലകളിൽ നടക്കാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ചില കുടുംബങ്ങൾ പൂർണ്ണമായി മിഷൻ ഫീൽഡിലെത്താൻ പോവുകയാണ്. കർത്താവിനോട് പറയുകയാണ്, ചില കുടുംബങ്ങൾ പൂർണ്ണമായി മിഷൻ ഫീൽഡിൽ എത്താൻ പോകുന്നു. കർത്താവിനെ വളരെ ശക്തമായി 6 തുടങ്ങുന്ന പേരുള്ള ചില കുടുംബങ്ങൾക്കകത്ത്, ഒരു കുടുംബത്തിനകത്ത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ദൈവം ആരംഭിക്കാൻ പോവുകയാണ്. കർത്താവിനെ വ്യക്തമായി കാണിക്കുന്നു. ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേക്കാൻ പോവാ. ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സുനിമാരൊക്കെ എഴുന്നേക്കും. ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സുനിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സുനിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. റബാല ബൗഡ റഗാദനായ. In the name of Jesus. In the name of Jesus. In the name of Jesus. എന്നെ കാണിക്കുന്നു, ചില ദൂതന്മാർ ഇതിന്റെ നടുവിൽ നടക്കുക. മാത്രമല്ല, ചിലരുടെ മേൽ ഒരു പുതപ്പ് ദൈവം ഇടുകയാണ്. ചിലരുടെ മേൽ ഒരു പുതപ്പ് ദൈവം ഇടുകയാണ്. ചിലരുടെ മേൽ ഒരു പുതപ്പ് ദൈവം ഇടുകയാണ്. ഒരു പുതപ്പ് ദൈവം ഇടുകയാണ്. സകൽ പ്രവാചന. ചില കുടുംബങ്ങളെ ദൈവം തൊടാൻ പോകുന്നു. ചില കുടുംബങ്ങളെ ദൈവം തൊടാൻ, ചില കുടുംബങ്ങളെ ദൈവം തൊടാൻ പോകുന്നു. ഞാൻ ഈ പറഞ്ഞതുമായ പേരുമായിട്ട് സുനി കർത്താവ് നിന്നോട് പറയുന്നു, ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നിന്റെ വീടിനകത്ത് നടക്കാൻ പോവാ. നീ പ്രാർത്ഥിച്ചോണം. വീടിനകത്ത് കർത്താവിനെ കാണിക്കുന്നു. വർഗീസ് എന്നൊരു പേര്, വർഗീസ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വരാൻ പോകും. ഒരു സാധാരണ വ്യത്യാസമല്ല, 3 തലമുറകളുടെ മേലുള്ള വിടുതൽ. 3 തലമുറകളുടെ മേലുള്ള വിടുതലുകൾ. കർത്താവിനോട് പറയുന്നു, നീ ഇനി ഒതുങ്ങിയിരിക്കാനുള്ള സമയമല്ല. നീ പുറത്തു വരണം. നീ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പുറത്തു വരണം. ഓ ചരു 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 റബഖലബ ശഖലബ ഓ റബഖലറബ ശബ്ദലറബ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. ചരുവിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ വീടിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോകും. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി. നിന്നെ വലിയ ചില അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു. വലിയ ചില അപകടം നിങ്ങളുടെ ഭവനത്തിന് നേരെ ആഞ്ഞടിച്ചത് ദൈവം തട്ടി മാറ്റി. ഭവനത്തിന് നേരെ ആഞ്ഞടിച്ചത് ദൈവം തട്ടി മാറ്റി. നിങ്ങളെ അവിടെ പാർപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഒരു ശക്തി ഇന്ന് തെറിക്കുകയാണ്. ഓ നിങ്ങളുടെ വീട്ടിൽ ഓരോ വിവാഹം നടക്കുമ്പോഴും ആമേ മുമ്പോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് ശാസിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ വിടുതലുകൾ അവിടെ നടന്നിരിക്കുന്നു എന്ന് കർത്താവ് നിന്നോട് ഓർപ്പിക്കുകയാണ്.
ഭൂജാലമാന ശബ്ദപ്രവാദന സുതരമനഗതര ജനഘടകശി. കർത്താവ് പറയുന്നു, ഈ സഭയിലെയാണോ? കർത്താവ് പറയുന്നു, അവൻ ദൈവത്തിന് നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? കർത്താവ് പറയുന്നു, മുമ്പോട്ട് സ്റ്റെപ്പ് ചെയ്തോണം. ഒരു ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പോവാ. മനുഷ്യന്റെ മുഖം നോക്കരുത്. കർത്താവ് പറയുന്നു, നീ മുമ്പോട്ട് വന്നാൽ പല കുടുംബങ്ങൾ മുമ്പോട്ട് വരും. കർത്താവിനോട് പറയുന്നു, രാജു എന്നൊരു പേര്, രാജു എന്നൊരു പേര് കാണിക്കും. ഹല്ലേലൂയ. നീ മുഖാന്തരം അനേകര് ക്രിസ്തുവിലാകാൻ പോകും, അനേകര് ദൈവഭാഗത്ത് വരാൻ പോകും. നിന്റെ അപ്പന്റെ വർഗീസ്, അപ്പന്റെ ഫാമിലികളിൽ അനേകര് വിടുവിക്കപ്പെടാൻ പോവാ. അനേകര് വിടുവിക്കപ്പെടാൻ പോകുക. അനേകര് വിടുവിക്കപ്പെടാൻ പോകുന്നു. ദൈവകരം പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ അപ്പന്റെ ഫാമിലിയിൽ 6 തുടങ്ങുന്ന പേരുള്ള പല വ്യക്തികളെ ദൈവം തൊടാൻ പോവാ. ദൈവം ചിലരെയെല്ലാം ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്, പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്നതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആക്കി ദൈവം മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളുടെ വീടിനകത്ത് ചില അഴിച്ചുപണി, ചില മേജർ തീരുമാനം എടുക്കാൻ പോവാ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, യേശുവാ വലുത്, അതിനിപ്പുറത്ത് വേറൊന്നുമില്ല. യേശുവാ വലുത്. യേശുവിനെ വലുതായി കണ്ടാൽ ആമേൻ, എല്ലാവരും യേശുവിന്റെ കൂടെ ഇറങ്ങിപ്പോരും. നിങ്ങളുടെ വീട് ദൈവരാജ്യത്തിന് വേണ്ടി തുറക്കാൻ പോവാ. നിങ്ങളുടെ വീട് ദൈവരാജ്യത്തിന് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൈവ പ്രവൃത്തി ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യാൻ പോകുന്നു. അസാധാരണ വിടുതലുകൾ നടക്കാൻ പോകുന്നു. ഇനിയുള്ള സമയം ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ തീരുമാനത്തോട് ബന്ധപ്പെട്ട് ദൈവം കൊലയോടെ പിടിച്ചെടുക്കാൻ പോവാ. കൊലയോടെ പിടിച്ചെടുക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ദൈവം ആമേൻ ചിലത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. പിടിച്ചെടുക്കാൻ പോകുന്നു. അവനെ നിന്നെ ദൈവം ഭയങ്കര മിഷണറി ആക്കും കേട്ടോ. പിന്നെ എവിടുന്ന് വന്നാ? റോബിൻ നിന്നെ ഒരു ഭയങ്കര പ്രവാചകനാക്കും. നിന്റെ ദാഹം നിന്റെ കുടുംബത്തിൽ വന്നു ചേർന്നവരുടെ മേലും ഇനിയും വരാൻ പോകുന്നവരുടെ മേലും ദൈവം അത് വരാൻ പോവാ. ആദ്യാവത് അതിനാ ദൈവം തിരഞ്ഞെടുത്തത്. നിന്റെ തീഷ്ണത കണ്ട് ഓരോരുത്തരായി വരും. നിനക്ക് വേണ്ടി ദൈവം വലിയ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു. നീ ചിന്തിക്കാത്ത ചില യാത്ര, ചിന്തിക്കാത്ത ചില വഴികൾ, ഇതെല്ലാം ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ചിന്തിക്കാത്ത കാര്യങ്ങൾ,
ചിന്തിക്കാത്ത കാര്യങ്ങൾ, ചിന്തിക്കാത്ത പ്രവർത്തികൾ. എന്നോട് മോനെ പറയുന്നത്, നീ എന്തോ ജോലി ചെയ്താലും നീ ദൈവവേല പുറത്തു വരും. ഈ ഭയങ്കര പ്രൊഫറ്റിക്കൽ മൂവ്മെന്റ്, ഒരു യൂത്ത് മൂവ്മെന്റ് ദൈവം നിന്നെ കൈവച്ച് മാറ്റാൻ പോവാ. കുടുംബത്തിനകത്ത് വന്നു ചേരുന്നതെല്ലാം പ്രവാചകിമാരാകും, പ്രവാചകന്മാരാകും, ഫേബമാരാകും. ദൈവാത്മാവിന്റെ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കാൻ ഇടയാകും. ദൈവത്തിന്റെ ഗ്ലോറി റലം വെളിപ്പെടാൻ പോകുകയാണ്. രഹസ്യാദരാജ, ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സീസൺ വെളിപ്പെടും. എന്തുവാന്നറിയത്തില്ല, നിങ്ങൾ വേല ചെയ്യും. ഭയങ്കര ഒരു ദൈവപ്രവൃത്തി. ഈ ജോലിക്കൊക്കെ പോയാലും അതൊക്കെ വിടും. ഫിനാൻസ് എല്ലാം ദൈവം തരും. അതിന്റെ തെളിവാ ഞാൻ. ഒരു മുണ്ടും ഒരു ഉടുപ്പും മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ. അവിടുന്ന് ആ ദൈവം മൊത്തം മാറ്റിയത്. ഇന്ന് പകൽ ഈ ദൈവം വിശ്വസ്തനാ. ഞാൻ വേലയ്ക്ക് പോകുമ്പോൾ എറണാകുളത്ത് 84 പോകുന്നത്. അവിടെ നിന്ന് വലിയ സഭകളില്ല. ഓരോ സ്ഥലത്തും കയ്യിൽ പൈസ ഇല്ലെങ്കിലും നടന്ന് ഞാൻ വീടുകളിലും സ്ഥലങ്ങളിലും കടകളിലും ട്രാക്റ്റിടുമായിരുന്നു. അത് കഴിഞ്ഞ് സൈക്കിളിൽ പോയി ട്രാക്റ്റിടും. ഇന്ന് അവിടെ സഭ കൊണ്ട് നിറഞ്ഞു. ആമേൻ. ദൈവം ഉന്നതന്മാരെ ശുശ്രൂഷയിലിറങ്ങി. ഒരു ദിവസം നടന്ന് ഞാനും PR വേവിച്ചാനും ഒരു വെസ്പ കൂട്ടറിൽ ഡാമിയൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് അദ്ദേഹം സമർപ്പിച്ചു. ഹല്ലേലൂയ. ഞാനത് എപ്പോഴും പറയും. അദ്ദേഹം വെളിയിൽ ഇങ്ങനെ മുറ്റത്ത് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പണിക്കാരൻ അയ്യത്ത് ഇങ്ങനെ കൂന കൂട്ടിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞു. അന്ന് കുടുംബം തിരിഞ്ഞു. അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു സുവിശേഷകനാക്കി, ഒരു അപ്പോസ്തലനാക്കി. ആ കുടുംബത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ഓർത്തോണം, ദൈവം ഭയങ്കര മാറ്റം തരാൻ പോവുക. വേലയ്ക്ക് തയ്യാറായിക്കോ. ദൈവം ഉപയോഗിക്കാൻ പോവുക. ചില കൃപാവരങ്ങൾ നീ ഓപ്പറേറ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്യുന്നു. അവന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യുന്നു. ഒരു ആത്മീക തീ അവന്റെ മേൽ പകരപ്പെടട്ടെ. റബാല സീകാലാബ. In the name of Jesus. In the name of Jesus. നീ ഒരു വലിയ പ്രാർത്ഥനക്കാരിയാവും. നീ ഒരു വലിയ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ആക്റ്റീവ് മെമ്പറായി, ഒരു റോൾ മോഡലായി ഒക്കെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കാൻ പോവുക. അസാധാരണ വാതിലുകൾ തുറക്കാൻ പോകുക. ഒരുപാട് കണക്ഷൻസ് ദൈവം ഒരുക്കാൻ പോകുന്നു. റോഹിൻ 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 മജാനാദന റിഗൽ പ്രവാചന. കുടുംബങ്ങളിൽ റോഷൻ മഥോറിയ കുടുംബങ്ങളെ ദൈവം തൊടാൻ പോകുകയാണ്. ദൈവം കുടുംബങ്ങളെ തൊടാൻ പോകുന്നു. പുരവന ഗദരജനഘടക ശബ്ദം. മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കുക. കൂട്ട സ്നാനങ്ങൾ, കൂട്ട സുവിശേഷീകരണം, ഇതെല്ലാം നടക്കാൻ പോകുന്നു. ഈ കുഞ്ഞുങ്ങളെ ഒരു വലിയ പ്രോഫറ്റിക് അപ്പോസ്തോലിക് കോളിങ്ങിന് വേണ്ടി ഇവരെ അനോയിന്റ് ചെയ്യുന്നു.